ഇടതുപക്ഷ സർക്കാരിൻ്റെ പ്രത്യേകിച്ച് രണ്ടാം പിണറായി സർക്കാരിൻ്റെ ഒരു ഓഡിറ്റിംഗ് കൂടിയാണ്. ജനങ്ങളുമായി തങ്ങളെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങളെ ഓരോ ജില്ലയിലും കാണുന്നു, ആ പ്രതിനിധികളുമായി സംസാരിക്കുന്നു. ഇനി എന്തൊക്കെ ചെയ്യണം, എവിടെയെങ്കിലും എന്തെങ്കിലും പാകപ്പിഴകളുണ്ടോ, ഈ ചോദ്യങ്ങളാണ് മുഖ്യമന്ത്രി പ്രതീക്ഷിക്കുന്നതും. അതിന് മറുപടി അദ്ദേഹം നൽകും. ഭാവി കേരളത്തിൻ്റെ വികസനം സംബന്ധിച്ച് ചർച്ച ചെയ്യും. ഇപ്പോൾ ഇതൊരു ഓഡിറ്റിംഗ് കൂടിയല്ലേ? ഇത് മുഖ്യമന്ത്രി എല്ലാ ജില്ലയിലും പോകുന്നുണ്ട്, മന്ത്രിമാർ ടീമായി പോകുന്നുണ്ട്. പലതരത്തിൽ ഈ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ കൂടുതൽ പുരോഗതിയിലേക്ക് എത്തിക്കാനുള്ള പ്രവർത്തനം നടക്കുന്നുണ്ട്. അത് ഒന്ന് ജനങ്ങളുമായിട്ടുള്ള നേരിട്ടുള്ള സംവാദമാണ്. ഇന്നിപ്പോൾ രാവിലെ മുഖ്യമന്ത്രി വരുന്നത് ഞങ്ങൾ മന്ത്രിമാരുൾപ്പെടെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ട്, ഗവൺമെൻറ് സെക്രട്ടറിമാരുണ്ടാവും. ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കേട്ടിട്ട് എന്തൊക്കെയാണ് ചെയ്തത്, ഇനി എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്, എന്തൊക്കെയാണ് നിർദ്ദേശം, ഈ തരത്തിലുള്ള കാര്യങ്ങൾ കേൾക്കുന്നതാണ്. ഒരു പരസ്പരം ഒരു ചർച്ച തന്നെയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റും. ഇത് കൂടാതെ നമ്മുടെ ഓരോ മേഖലയിലും ഉദ്യോഗസ്ഥ തലത്തിലുള്ള മീറ്റിംഗ് വിളിച്ചിട്ട് നടത്തേണ്ട കാര്യങ്ങൾ, നടത്താനുള്ള തടസ്സങ്ങൾ തുടങ്ങിയത് വിശകലനം ചെയ്യുന്നുണ്ട്. പിന്നീട് വിവിധ മേഖലകളിലെ പ്രൊഫഷണൽസ്, കലാകാരന്മാരുടെ പ്രത്യേകം, പിന്നെ SC/ST മേഖല, വിദ്യാർത്ഥികളുടെ സയൻസ് ആൻഡ് ടെക്നോളജി മേഖല, ഇങ്ങനെ പല മേഖലകളിലുള്ള പ്രത്യേക റീജിയണൽ മീറ്റിംഗ്സും ഉണ്ട്. ഇതെല്ലാം ഒരു സത്യത്തിൽ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ വെറും സെക്രട്ടേറിയറ്റിനകത്തിരുന്നോ ഏതെങ്കിലും ഫയലിൽ നിന്ന് മാത്രമല്ല കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളൊരു ബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജനങ്ങളുടെ അടുത്തേക്ക് പോയി അവരിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക് കൂടെ വെച്ച് അതത് സ്ഥലത്ത് പരിശോധന നടത്തി ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ്. ഒരു ജനകീയ ഗവൺമെൻറ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളൊരു റോൾ മോഡൽ, അതാണ് ഇപ്പോൾ പിണറായി സർക്കാർ കാട്ടുന്നത്. ക്യാമറാമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ.